കരുവന്നൂർ കള്ളപ്പണ ഇടപാടിൽ CPM കൗൺസിലർ അരവിന്ദാക്ഷന്റെ തട്ടിപ്പ് മഞ്ഞുമലയുടെ അറ്റം മാത്രമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കരുവന്നൂരിലെ തട്ടിപ്പ് പണം CPM അക്കൗണ്ടിലുമെത്തി. ബാങ്കിലെ ഭരണസമിതി മാത്രമല്ല, പുറത്തുള്ള രാഷ്ട്രീയക്കാരും തട്ടിപ്പിന് ഉത്തരവാദിയെന്ന് ED. അരവിന്ദാക്ഷന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് ED ഇക്കാര്യം അറിയിച്ചത്. എസ് രാഗൻ വിവരങ്ങളുമായി ചേർന്നുണ്ട്. രാഗൻ, പാർട്ടിക്കും മുതിർന്ന നേതാക്കൾക്കും ഉൾപ്പെടെ വലിയ പങ്ക് ഇതിലുണ്ട്. ഇത് ചെറുതാണ്, ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് എന്ന് വ്യക്തമായി തന്നെ കോടതി അറിയിച്ചിരിക്കുകയാണോ? എന്താണ് കോടതിയിൽ ED പറഞ്ഞത്? CPM-നെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒട്ടനവധി പരാമർശങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉന്നയിച്ചിരുന്നു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ അരവിന്ദാക്ഷന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടുതൽ കാര്യങ്ങൾ കോടതിയെ ബോധിപ്പിച്ചിരിക്കുന്നത്. അതായത് അരവിന്ദാക്ഷൻ നടത്തിയിട്ടുള്ള തട്ടിപ്പ് മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് ആകുന്നത്. ഒട്ടനവധി പേർ ഈ തട്ടിപ്പിൽ പങ്കാളികൾ ആയിട്ടുണ്ട് എന്നതാണ് ED പറയുന്നത്. മാത്രമല്ല, അരവിന്ദാക്ഷൻ ഈ ഗവേണിംഗ് ബോഡിയെ, ബാങ്കിന്റെ ഭരണസമിതിയെ ഭീഷണിപ്പെടുത്തി ഇല്ലീഗലായിട്ടുള്ള ലോൺസ് ഗ്രാന്റ് ചെയ്യിച്ചു. അതോടൊപ്പം തന്നെ ഈ സതീഷ് കുമാറിന് അനധികൃതമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ നടത്തണമെങ്കിൽ മന്ത്രിമാരുൾപ്പെടെയുള്ളവരെ സ്വാധീനിക്കാൻ വേണ്ടി അരവിന്ദാക്ഷനിലൂടെയാണ് ശ്രമിച്ചിരുന്നത് എന്ന കാര്യവും ED വ്യക്തമാക്കി. ഇതോടൊപ്പം തന്നെ തട്ടിപ്പ് പണം കരുവന്നൂരിൽ CPM-ന്റെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് എന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നേരത്തെ ഈ അക്കൗണ്ട് അവിടെ CPM-നുണ്ട് എന്ന് ED കണ്ടെത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരം കാര്യങ്ങൾ കൂടി ED കോടതിയെ ബോധിപ്പിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഈ സതീഷിന്റെ മകളുടെ മെഡിക്കൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അരവിന്ദാക്ഷന്റെ അക്കൗണ്ടിൽ നിന്നാണ് ഫീസ് ഇനത്തിൽ പൈസ അടച്ചിരുന്നത് എന്ന കാര്യവും ബോധ്യമാകുകയാണ്. അതായത് സതീഷിന്റെ ജാമ്യാപേക്ഷ നേരത്തെ കോടതി തള്ളിയിരുന്നു. അപ്പോൾ സതീഷുമായി വലിയ ബന്ധം അരവിന്ദാക്ഷനുണ്ട്. അരവിന്ദാക്ഷൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സതീഷുമായി ബന്ധപ്പെട്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ED കോടതിയെ ബോധിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജിജോറിന്റെ അടക്കം മൊഴിയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അരവിന്ദാക്ഷനെതിരെയുള്ള തെളിവായി ഹാജരാക്കിയിരിക്കുകയാണ്. അരവിന്ദാക്ഷന്റെ ജാമ്യാപേക്ഷ തള്ളണം എന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആവശ്യം. അന്വേഷണം തുടരുന്ന ഘട്ടമാണ്, അന്വേഷണം പൂർത്തിയായിട്ടില്ല എന്നുകൂടി ED കോടതിയെ ബോധിപ്പിച്ചിരിക്കുകയാണ്. ഹർജി 21-ന് പരിഗണിക്കാൻ മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ. ശരി, എസ് രാഗിനാണ് വിവരങ്ങൾ നൽകിയത്.